ഒന്ന് റിലാക്സ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കൈകളൊക്കെ ഓപ്പൺ ആക്കി വെക്കുക. ശരീരം ഫ്രീ ആയിരിക്കട്ടെ. 2 ഷോൾഡറുകളും താഴേക്ക് ലൂസ് ആയിരിക്കട്ടെ. ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. വളരെ സാവധാനം ബ്രീത്ത് ചെയ്യാം. പതുക്കെ നമ്മുടെ സാധാരണ ശ്വാസം സ്ലോ ആയിട്ട് നടക്കട്ടെ. മനസ്സിൽ നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം. ഒരു 2, 3, 4 വരെ കൗണ്ട് ചെയ്യുമ്പോൾ ഇൻഹേൽ ചെയ്യുക. അതേപോലെ ഒരു 6 വരെ കൗണ്ട് ചെയ്യുന്ന സമയം കൊണ്ട് എക്സേൽ. അപ്പോൾ അത്രയും സ്മൂത്ത് ആയിട്ട് പതുക്കെ നടക്കട്ടെ ബ്രീത്ത്. പതുക്കെ നമുക്ക് സാധാരണ ശ്വാസത്തിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ഇരിക്കുന്ന രീതിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. നമുക്കൊരു 4 സ്റ്റെപ്പായിട്ട് ബ്രീത്ത് ചെയ്യാം. ഒന്നും ചെയ്യണ്ട. വളരെ ഫ്രീ ആയിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക മാത്രം ചെയ്യാം. എന്നിട്ട് സ്വന്തം ശ്വാസത്തിലേക്ക് നന്നായിട്ട് ശ്രദ്ധ വെക്കുക. നമ്മൾ 4 വരെ കൗണ്ട് ചെയ്യുമ്പോൾ ഇൻഹേൽ ചെയ്യുക. വീണ്ടും ഒരു 4 വരെ കൗണ്ട് ചെയ്യുമ്പോൾ ഹോൾഡ് ചെയ്ത് വെക്കാം. വീണ്ടും അടുത്ത 4 വരെ കൗണ്ട് ചെയ്യുമ്പോൾ എക്സേൽ. ലാസ്റ്റ് 4 വരെ കൗണ്ട് ചെയ്യുമ്പോൾ ഹോൾഡ് ചെയ്യാം. അതായത് ബ്രീത്ത് പുറത്ത് നിർത്തുക. സ്റ്റാർട്ട് ചെയ്യാം. നിവർന്നിരുന്നോളൂ. സ്റ്റാർട്ട് ചെയ്യാം. ബ്രീത്ത് ഇൻ 2, 3, 4. ഹോൾഡ് 2, 3, 4. Breathe out 2, 3, 4. Hold 2, 3, 4. Breath in 2, 3, 4. Hold 2, 3, 4. Breathe out 2, 3, 4. Hold 2, 3, 4. Breath in 2, 3, 4. Hold 2, 3, 4. Breathe out 2, 3, 4. Hold 2, 3, 4. Breath in 2, 3, 4. Hold 2, 3, 4. Breathe out 2, 3, 4. Hold 2, 3, 4. Breathe in 2, 3, 4. Hold 2, 3, 4. Breathe out 2, 3, 4. Hold 2, 3, 4. റിലാക്സ് ചെയ്യാം. നോർമൽ ബ്രീത്തിലേക്ക് തിരിച്ചു വരിക. മനസ്സും ശരീരമൊക്കെ ഒന്ന് ഫ്രീ ആവട്ടെ. ഒരു പ്രസന്റ് മൊമെന്റിലേക്ക് വരട്ടെ പതുക്കെ. വീണ്ടും ഒരു ദീർഘശ്വാസം ഉള്ളിലേക്കും വളരെ സാവധാനം പുറത്തേക്ക് വിടാം.
ചുറ്റുപാടിലേക്കും ശരീരത്തിലേക്കും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ കൈകൾ ശരിക്കൊന്ന് ചൂടാക്കിയിട്ട് കണ്ണിലേക്ക് ചേർത്ത് വെക്കാം. എന്നിട്ട് നമ്മുടെ ഫേസിലൂടെയൊക്കെ ഒന്ന് മസാജ് ചെയ്യൂ പതുക്കെ. എന്നിട്ട് സാവധാനം പതുക്കെ കണ്ണ് തുറക്കാം. നമസ്തേ. നമുക്ക് ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാം കേട്ടോ. ലൂസനിങ് ചെയ്യാം. ഫസ്റ്റ് ശരിക്ക് നിവർന്നിരുന്നിട്ട് ഫസ്റ്റ് നെക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്തേ. നമ്മൾ ഇൻഹേൽ ചെയ്തുകൊണ്ട് തല ബാക്കിലേക്കും എക്സേൽ ചെയ്തുകൊണ്ട് മുൻപിലേക്ക്. ബ്രീത്ത് ഇൻ, ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. ബ്രീത്ത് ഔട്ട്, മുന്നോട്ട്. താടി നെഞ്ചിലേക്ക് ടച്ച് ചെയ്യട്ടെ. ബ്രീത്ത് ഇൻ, ബാക്കിലേക്ക്. ബ്രീത്ത് ഔട്ട്. കണ്ടിന്യൂ ചെയ്യൂ. 5, 6, 7, 8, 9, 10. രണ്ട് വശങ്ങളിലേക്ക് പതുക്കെ ചെയ്തേ. തല തിരിച്ച് നോക്കുന്നത് പോലെ നമ്മുടെ റൈറ്റ് സൈഡിലേക്കും അതേപോലെ ലെഫ്റ്റിലേക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഓക്കെ, നിവർത്തി കൊണ്ടുവരിക. ഒരു സൈഡിലേക്ക് ഒന്ന് പിടിച്ചിട്ടൊന്ന് ഹോൾഡ് ചെയ്ത് ചെരിച്ച് പിടിക്കും ഒരു സൈഡിലേക്ക് കൈ കൊണ്ട്. ഇപ്പോൾ കഴുത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ വലിഞ്ഞു നിൽക്കുന്നുണ്ടാവും. അതേപോലെ ഓപ്പോസിറ്റ് ഒരുപാട് പിടിച്ച് വലിക്കരുത് കേട്ടോ, പതുക്കെ സോഫ്റ്റ് ആയിട്ടുള്ള മതി. ഓക്കെ, നമ്മുടെ കൈകൾ നീട്ടി പിടിച്ചിട്ട് ശരിക്കും മസിൽസ് ഒന്ന് കൈ ഒന്ന് റോൾ ചെയ്ത് കൊടുത്ത് പിരിക്കുന്നത് പോലെ. 1, ഷോൾഡർ വരെയുള്ള ഭാഗം തിരിയട്ടെ. 2, 3, 4, 5, 6, 7, 8. എന്നിട്ട് കൈ ശരിക്കും ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് കൈ മടക്കി നിവർത്തുക. 1, 2, എക്സേൽ. ഓരോ തവണ നിവർത്തുമ്പോഴും നന്നായിട്ട് എക്സേൽ ചെയ്തേ. 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തോ. എന്നിട്ട് നമ്മുടെ കൈകൾ ഷോൾഡറിൽ മടക്കി വെക്കുക. ദീർഘശ്വാസമാണ്. ഇൻഹേൽ ചെയ്തുകൊണ്ട് 2 എൽബോയും ടച്ച് ചെയ്ത് മുകളിലേക്ക് പോയി. എക്സേൽ ചെയ്തുകൊണ്ട് ബാക്കിലൂടെ കംപ്ലീറ്റ്. വീണ്ടും ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. അത് അതേപോലെ റിവേഴ്സ് ചെയ്തേ. പുറകിലൂടെ സ്ട്രെച്ച് ചെയ്ത് നേരെ ടോപ്പിലേക്ക് പോയിട്ട് താഴെ വരട്ടെ. 1, 2, 3, ലാസ്റ്റ് 1, 4. ഓക്കെ, കൈ രണ്ട് നിലത്ത് വെച്ച് കൈ നിവർത്തി ഒന്ന് പതിച്ച് വെക്കുക. നിലത്ത് പതിച്ച് വെച്ചിട്ട് നമ്മുടെ ചെസ്റ്റ് ഇല്ലേ, കൈ ശരിക്കും എൽബോ നിവർത്തി വെക്കുക. നിങ്ങൾക്ക് കാണാൻ പ്രയാസമില്ലല്ലോ അല്ലേ? ഷോൾഡറിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ് ചെയ്തേ. വെറുതെ എൽബോ നിവർത്തിയിട്ട് തിരിക്കണ്ട, തല തിരിച്ച് നോക്കണ്ട. ഷോൾഡർ മാത്രം ഇങ്ങനെ മുന്നിലേക്കും സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യും. ആ രണ്ട് ഭാഗം. അത് യെസ്. ഓക്കെ, ഇനി കൈ രണ്ടും കാൽമുട്ടിന് മേലെ വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ഷോൾഡറിൻ്റെ ജോയിൻ്റ് ഇങ്ങനെ വെച്ചുകൊണ്ട് റൊട്ടേറ്റ് ചെയ്തേ. 1, 2. കൈ ഇങ്ങനെ വെച്ചിട്ട് ശരിക്കും തിരിയട്ടെ. 3, 4, 5, 6. അത് ഇതേപോലെ ഇനി റിവേഴ്സ് ചെയ്യൂ. 1, 2, 3, 4, 5, 6. സ്റ്റോപ്പ് ചെയ്തോ. എന്നിട്ട് നമ്മുടെ കൈകൾ ശരിക്കും മുന്നിലേക്ക് എക്സേൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് മടക്കി നിർത്തിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നമ്മുടെ കൈപ്പത്തി തിരിച്ച് പിടിക്കുക. ശരിക്കും മുകളിലേക്കും താഴേക്കും സ്ട്രെച്ച് ചെയ്യുക. 1, 2. എല്ലാം നിവർന്നിരുന്നുകൊണ്ട് തന്നെ ചെയ്യാം കേട്ടോ. 3, 4,
5 6 7 8. അതേപോലെ അത് പുറത്തേക്ക് 1 2 3 4 5 6 7 8. ഉള്ളിലേക്ക് ചെയ്തേ 1 2 3 4 5 6. വിരലുകൾ, കൈയുടെ വിരലുകൾ വിടർത്തി പിടിക്കുക. ഓരോ തവണ കൈ ചുരുട്ടുമ്പോഴും ബ്രീത്ത് ഔട്ട് ചെയ്യുക. ചെയ്ത് നോക്കി. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, കൈ ഒന്ന് ലൂസ് ചെയ്തോ, ഒന്ന് കുടഞ്ഞു കൊടുക്കുക രണ്ട് കൈകളും. ഓക്കെ, ഇനി നമ്മുടെ വലത് കൈ ഇടത് കാൽമുട്ടിന് മേലെ വെക്കുക. എന്നിട്ട് മറ്റേ കൈ നേരെ പുറകിൽ വെച്ച് തിരിയുക. ഹോൾഡിംഗ് ഒന്നുമില്ല, സ്പൈൻ വളയരുത് കേട്ടോ. മാക്സിമം സ്ട്രെയിറ്റ് ആയിട്ട് ജസ്റ്റ് നമ്മൾ കൈയുടെ പവറിലൊന്ന് തിരിക്കുന്നു അല്ലേ. എക്സേൽ 1. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് അടുത്ത സൈഡ് ഓപ്പോസിറ്റ്. ഹോൾഡ് ചെയ്യണ്ട, ഓപ്പോസിറ്റ് സൈഡിലേക്ക് അതേപോലെ ബ്രീത്ത് ഔട്ട്. ശരിക്കും സ്പൈൻ തിരിക്കുന്നു. വീണ്ടും ഓപ്പോസിറ്റ്. 3 4 5. കുറച്ചുകൂടി കൂടുതലായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. 6 7 8 9 10. നിവർന്ന് വരാം. ഇനി നമ്മുടെ ഇടത് കൈ നിലത്ത് വെക്കുക, താഴെ സൈഡിൽ. വലത് കൈ പൊന്തിച്ച് നിവർത്തി പിടിച്ചിട്ട് സൈഡിലേക്ക് ബെൻഡ് ചെയ്ത് ലെഫ്റ്റിലേക്ക് ഒന്ന് ശരീരം ഒന്ന് ബെൻഡ് ചെയ്യുക. കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്തോ. ഹോൾഡ് ചെയ്തുകൊണ്ട് ബ്രീത്ത് ചെയ്യുക. നിവർന്ന് വരുന്നു, പതുക്കെ റിലീസ് ചെയ്യുക. അടുത്ത സൈഡ്. ബ്രീത്ത് ഇൻ. ശരിക്കും മുകളിലേക്ക് ടൈറ്റ് പിടിച്ചു. സ്ട്രെച്ച് ചെയ്യും. ഈ ഒരു പോർഷൻ മുകളിലേക്ക് ഉയർത്ത്, സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബ്രീത്ത് ഔട്ട്. നന്നായിട്ട് ബ്രീത്ത് ചെയ്യാം. പതുക്കെ നിവർന്ന് വരാം. കൈ പതുക്കെ റിലീസ് ചെയ്യാം. നമുക്ക് അപ്പർ ബോഡി റൊട്ടേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇതിൽ ഡിസ്കിനൊക്കെ ബൾജുള്ള ആളുകളെ മുൻപിലേക്ക് ബെൻഡ് ചെയ്യുന്നതും അതേപോലെ ഈ അപ്പർ ബോഡി മൂവ് ചെയ്യുന്നില്ല, റൊട്ടേഷൻ ചെയ്യുന്നില്ലേ, അത് ചെയ്യരുത് കേട്ടോ. മാക്സിമം അത് ഒഴിവാക്കണേ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ നമ്മുടെ ഈ ഹിപ്പും അല്ലെങ്കിൽ കാലുകളൊക്കെ ഒന്ന് ലൂസായി വരുമ്പോൾ പിന്നെയും നമുക്കത് ട്രൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ടൈമിൽ എങ്ങനെ പോയാലും നമ്മൾ ബെൻഡ് ചെയ്യുമ്പോൾ വളഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക, പ്രത്യേകിച്ച് ലംബാറിൻ്റെ ഭാഗം. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കണേ. ഫസ്റ്റ് വൺ ശരിക്കും നിവർന്നിരുന്നിട്ട് ഒരു ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് മുന്നോട്ട് ബെൻഡ് ചെയ്തേ. മുന്നിലേക്ക് ബെൻഡ് ചെയ്യും. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ബ്രീത്ത് ഇൻ, കറങ്ങി വരട്ടെ. ബ്രീത്ത് ഔട്ട്. ആ സൈഡിലൂടെ വന്നിട്ട് ചെസ്റ്റ് താഴ്ന്നു പോട്ടെ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. ദീർഘശ്വാസത്തോടെ വളരെ സ്മൂത്തായിട്ട് ചെയ്താൽ മതി. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നേരെ റിവേഴ്സ് ചെയ്യാൻ കുറച്ച് റൗണ്ട്. തിരിച്ച് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നിവർന്ന് വരാം, റിലാക്സ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് കാലൊന്ന് ചേർത്ത് വെക്കുക. ഇനി കൈ കൊണ്ട് ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് കണ്ണടച്ച് വെച്ചോളൂ. ഏകദേശം 1 മിനിറ്റോളം ഒന്ന് ബട്ടർഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നേ. വെറുതെ കാലിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. ശരിക്കും മൂവ് ചെയ്യട്ടെ.
ഓക്കെ, ഇനി 2 കാലും ഒന്ന് നീട്ടി വെക്കാം. നീട്ടി വെച്ചോ. ഫസ്റ്റ് വൺ, നമ്മുടെ ഈ കാലെടുത്തിട്ട് കാണുന്നില്ലേ, കൈ കൊണ്ടൊന്ന് ലോക്ക് ചെയ്ത് പിടിച്ച് 2 കൈയുടെ വിരലുകൾ ഇങ്ങനെ ലോക്ക് ചെയ്യാം. കാലിൻ്റെ സൈഡിലിട്ടിട്ട് എന്നിട്ട് പൊന്തിച്ച് പിടിച്ച് ഫേസിന് നേരെ. യെസ്, കാലിൻ്റെ സൈഡിലല്ലേ പിടിച്ചിട്ടുള്ള എല്ലാവരും അല്ലേ? വിരലുകൾ ലോക്ക് ചെയ്തു. എന്നിട്ട് നമ്മളിങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ കാലിനെ നമ്മുടെ നെറ്റിയിലേക്കൊന്ന് അടുപ്പിക്കുക. 1, തിരിച്ച് വീണ്ടും റിലീസ് ചെയ്തു. ചെയ്ത് നോക്കി. 2, നെറ്റിയിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരിക, വലിച്ചടുപ്പിക്കുക കാലിനെ. 3, കാല് പൊന്തിക്കുകയല്ല ചെയ്യുന്നത്, കാല് മടക്കിയിട്ട്. നിഷ, കാല് മടക്കിയിട്ട്, അതായത് കാലിങ്ങനെ മേലോട്ട് പൊന്തിക്കല്ല, ജസ്റ്റ് പൊന്തിച്ച് പിടിച്ചു. എന്നിട്ട് നമ്മൾ നെറ്റിയിലേക്ക് ഇങ്ങനെ വലിച്ചടുപ്പിക്കില്ലേ, 1, സാധാരണ പോലെ അങ്ങനെ ചെയ്യും. ക്ലിയർ അല്ലേ? ചെയ്തോ. 1, 2, 3, 4, 5, 6, 7, ലാസ്റ്റ് 1, 8. ഓക്കെ, ആ കാലെടുത്തിട്ട് അതേപോലെ പറ്റുന്നത് പോലെ കംഫർട്ടായിട്ട് ചെയ്താൽ മതി കേട്ടോ. നേരെ മാക്സിമം മേലേക്കൊന്ന് കയറ്റി വെച്ച് തൈസിലേക്ക്, അതായത് നമ്മുടെ ഹീല് ഏകദേശം വയറിൻ്റെ അടുത്ത് എത്തട്ടെ, അല്ലെങ്കിൽ വയറിൽ ടച്ച് ചെയ്ത് നിൽക്കട്ടെ. ഓക്കെ, എന്നിട്ട് ഫ്ലോറിലേക്ക് പതുക്കെ പ്രസ് ചെയ്തേ. 1, 2, പെട്ടെന്ന് പ്രസ് ചെയ്ത് തിരിച്ചു വരാതെ കുറച്ചൊന്ന് അമർത്തി കൊടുക്കുക. 3, 4, 5, 6, 7, 8, 9, ലാസ്റ്റ് 1, 10. ആ കാലിന് അതേപോലെ എടുത്തിട്ട് ചെയ്യുമല്ലോ അല്ലേ? അപ്പം അതൊക്കെ നമ്മുടെ കൈയുടെ മടവിലേക്ക് വെക്കുക. ഇങ്ങനെ എൽബോയുടെ ഒരു ജോയിൻ്റ് ഇല്ലേ, അവിടേക്ക് കാലെടുത്ത് വെക്കാം. എന്നിട്ട് മറ്റേ കൈ കൊണ്ട് അടിയിലൂടെ ഒന്ന് ലോക്ക് ചെയ്തേ. ചെയ്തില്ലേ? എന്നിട്ട് പിടിച്ചാൽ മാത്രം പോരാ, നമ്മൾ ജസ്റ്റ് ഈ കാലിനെ ഒന്ന് ചെസ്റ്റിലേക്ക് അടുപ്പിക്കുക. അടുപ്പിച്ച് പിടിച്ചിട്ട് നമ്മൾ നിവർന്നിരിക്കുക. അപ്പോൾ ഒരു ടൈറ്റ് ഉണ്ടാവും അല്ലേ? എന്നിട്ട് പതുക്കെ മൂവ് ചെയ്തേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എന്നിട്ട് നമ്മുടെ ഫേസ് കാൽമുട്ടിലേക്കൊന്ന് അടുപ്പിക്കുക. വീണ്ടും ഒന്നുകൂടെ ഒന്ന് മൂവ് ചെയ്യുക. പതുക്കെ കാല് നീട്ടി വെക്കുക. ഇത്രയും കാര്യങ്ങൾ അടുത്ത കാലിലും ചെയ്യണം. ഫസ്റ്റ് 1, കാലൊന്ന് ലോക്ക് ചെയ്യുക, സൈഡിലൂടെ കൈയിട്ടിട്ട്. നിങ്ങളിത് ചെയ്യുമ്പോഴേ ഈ കാലിനെ നിലത്തേക്ക് വെക്കണ്ട, നമ്മളിങ്ങനെ പൊന്തിച്ചു, ഫേസിന് നേരെ അടുപ്പിച്ചു, തിരിച്ചത് മുന്നോട്ട് തന്നെ വരുന്നത്, താഴെ വെക്കണ്ട. ക്ലിയർ അല്ലേ? അങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ മതി. ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത 1, നെറ്റിയിലേക്ക്. 2, പറ്റുന്ന പോലെ ചെയ്യൂ കേട്ടോ. 3, 4, 5, 6, 7, 8, 9, ലാസ്റ്റ് 1, 10. ഓക്കെ, ആ കാലെടുത്തിട്ട് പതുക്കെ തൈസിലേക്ക് കയറ്റി വെക്കാം. നമ്മൾ ഫ്ലോറിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ കാൽമുട്ട് ശരിക്ക് അല്ലേ, സൈഡിലേക്കല്ല നമ്മൾ ശരിക്കും അമർത്തുന്ന ഉദ്ദേശം. നമ്മുടെ ഈ നീ നേരെ മുന്നിലേക്ക് കുറച്ച് തിരിഞ്ഞുകൊണ്ട് ഇങ്ങനെ 1 അല്ലേ, ഇങ്ങനെ വരട്ടെ സ്ലോപ്പായിട്ട്. 2, ശരിക്കും പ്രസ് ചെയ്യും ഫ്ലോറിലേക്ക്. 3, നമ്മൾ ഇരിക്കുന്ന രീതികളൊക്കെ ഒന്ന് മാറും. 4, 5, 6, 7, 8, 9, ലാസ്റ്റ് 1, 10. ഓക്കെ, എന്നിട്ട് അതേപോലെ നേരത്തെ ചെയ്ത പോലെ
ആ കാലെടുത്തിട്ട് കയ്യിലേക്ക് വെക്കുക. അടിയിലൂടെ ഒന്ന് ലോക്ക് ചെയ്തു. കുറച്ച് പൊന്തിക്ക്, കാലിനെ പൊന്തിച്ച് ചെസ്റ്റിലേക്ക് അടുപ്പിച്ച് നമ്മൾ മാക്സിമം ഒന്ന് നിവർന്നിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. അപ്പോൾ ഈ കാലൊന്ന് വലിയും അല്ലേ? ആ വലിച്ചിലോട് കൂടി മൂവ് ചെയ്യുക. 1 2 3 4 5 6 7 8. ഫേസ് പതുക്കെ കാലിലേക്ക് അടുപ്പിക്കാം. എന്നിട്ട് പതുക്കെ താഴെ വെക്കാം. റിലാക്സ്. നമ്മുടെ കയ്യിലേക്ക് ഒന്ന് ചാരി ഇടുന്നിട്ട് റെസ്റ്റ് ചെയ്തോളൂ കേട്ടോ. പ്രത്യേകിച്ച് ലോവർ ബാക്കില്ലേ, ലംബാറിൻ്റെ ഭാഗം ഒന്ന് ലൂസായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ചാരി ഇരിക്കുമ്പോൾ തല പൊന്തിച്ച് പിടിക്കരുത്. അപ്പോൾ ചാരി ഇരുന്നത് വെറുതെ ആവും. ഹെഡ് ബാക്കിലേക്ക് വെക്ക്, ഷോൾഡറിന് മേലേക്ക്. എന്നിട്ട് ഫ്രീ ആയിട്ടിരിക്കുക, വളരെ കംഫർട്ടായിട്ട്. വേണമെങ്കിൽ കണ്ണടച്ച് വെച്ചോളൂ. കുറച്ച് ഗ്യാപ്പിൽ കൈ കുത്തി തന്നെ നിന്നോ, കുറച്ച് അകത്തി വെക്കാം. വെച്ചില്ലേ? എന്നിട്ട് 2 കാലും ഒരുപോലെ ഫ്ലോറിലേക്ക് പതുക്കെ വെച്ചാൽ മതി, തിരക്ക് കൂടണ്ട. ചെയ്ത് നോക്കിയേ. ഒരു സൈഡ് ഒന്ന് പൊന്തിച്ച് കൊടുക്കുക, അപ്പോഴേ ഇവിടെ നിവർത്താൻ പറ്റുള്ളൂ അല്ലേ? അങ്ങോട്ട് തള്ളുന്നത് പോലെ. 2 2 നീയും നിലത്ത് ടച്ച് ചെയ്യണം കേട്ടോ. നീ ജോയിൻ്റ് രണ്ടും നിലത്ത് ടച്ച് ചെയ്യണേ. 3 4 5 6 7 8 9. ലാസ്റ്റ് 1 ഒന്നുകൂടി. 10. ഓക്കെ. ഇനി വീണ്ടും ജസ്റ്റ് ഒന്ന് കാല് നീട്ടിയിരിക്കുക. നമ്മുടെ കാൽപാദം ശരിക്കും മുന്നിലേക്കും ബാക്കിലേക്കും. അപ്പോൾ ശരിക്ക് ആക്റ്റീവായിട്ട് ഇൻഹേൽ എക്സേൽ ചെയ്തുകൊണ്ട് പാദം മൂവ് ചെയ്യട്ടെ. 1. നല്ലോണം കുറച്ച് ബലം കൊടുത്ത് ചെയ്യൂ. 2 3 4 5 6 7 8 9 10. 1 2 3 4 5. ഇനി വശങ്ങളിലേക്ക് കൂടി ചെയ്തേ, പുറത്തേക്കും അകത്തേക്കും. 1 2 3 4 5. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തോ. എന്നിട്ട് കാലൊക്കെ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. റിലാക്സ്. പതുക്കെ നമുക്കിനി സ്പൈൻ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. ഒരേപോലെ ഒന്ന് മുട്ടുകുത്തി നിൽക്കും എല്ലാവരും. ഒരേപോലെ ഒന്നല്ലേ? കൈകൾ കറക്റ്റ് അളവിൽ വെക്കണം കേട്ടോ. നമ്മുടെ ശ്രദ്ധ മുഴുവനും ബാക്കിലേക്കാവട്ടെ, സ്പൈനിലേക്കും അതുപോലെ കഴുത്തിലേക്കൊക്കെ ആവട്ടെ. എന്നിട്ട് ഇൻഹേൽ ചെയ്തുകൊണ്ട് തല ഉയർത്തി, ഈ തല ഉയർത്തുമ്പോൾ നമ്മുടെ ഷോൾഡറില്ലേ, ജസ്റ്റ് ഒന്ന് നോക്കിയോ. ഷോൾഡറിൻ്റെ ഭാഗം ചിലരൊക്കെ ഇങ്ങനെ ഉണ്ടാവും, അറിയില്ല. പക്ഷെ സ്പൈൻ സ്ട്രെച്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഷോൾഡർ കൂടി അതിൻ്റെ കൂടെ അല്ലേ, ഈ ഒരു ആക്ഷൻ നമുക്കിവിടെ കിട്ടും അല്ലേ? ഷോൾഡർ കൂടി ഒന്ന് പൊന്തിച്ച് കൊടുക്കുക മേലേക്ക്, അതിൻ്റെ കൂടെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ. എക്സേൽ ചെയ്തുകൊണ്ട് ഉള്ളിലേക്ക് താടി നെഞ്ചിലേക്ക് ടച്ച് ചെയ്തിട്ട് നട്ടലിന് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. വീണ്ടും ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. കാലിലേക്ക് ഇരിക്കുക, വജ്രാസനത്തിലിരിക്കുക. ആദ്യം ഒരു ബ്രീത്ത് എടുക്കുക. ഈ
നെറ്റി ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, നെറ്റി നിലത്ത് ടച്ച് ചെയ്യാൻ പ്രയാസമുള്ള ഒരു ബ്ലോക്ക് വെച്ചിട്ട് അതിലേക്ക് തല വെക്കണം കേട്ടോ. അതായത് എത്താത്തവർ ആദ്യം ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് ആ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്തേ. ഇവിടെ ഹോൾഡ് ചെയ്യും. സാധാരണ ശ്വാസത്തിൽ ഇവിടെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. മസിൽസൊക്കെ ലൂസായിരിക്കട്ടെ. അതൊക്കെ ഇൻഹേൽ ചെയ്തുകൊണ്ട് നിവർന്നു വരാം. എന്നിട്ട് ആദ്യം നോർമലി ഒരു ബ്രീത്ത് എടുത്ത് വിടും, ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. ശരിക്കും ഒരു ശ്വാസം എടുക്കുക, പതുക്കെ ആ ശ്വാസം പുറത്തേക്ക് വിടാം. കൈകൾ കുറച്ച് മുന്നിലേക്ക് പതിച്ച് വെക്കാം. കാലിന് ഗ്യാപ്പ് വേണ്ട, കാല് ചേർത്ത് വെക്കണം. എന്നിട്ട് പതുക്കെ നമ്മുടെ സ്പൈൻ അതിലേക്കൊന്ന് വളച്ചു കൊടുത്തേ. പതുക്കെ 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 പതുക്കെ, ഒറ്റയടിക്ക് ബെൻഡ് ചെയ്യരുത് കേട്ടോ. പതുക്കെ പതുക്കെ പോയിട്ട് തൈസ് നിലത്തേക്ക് വെക്കാം അല്ലേ. തൈസ് നിലത്ത് വെക്കൂ. എന്നിട്ട് കുറച്ചൊന്ന് ബാക്കിലേക്ക് കുറച്ചുകൂടി ഒന്ന് തള്ളി കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ബെൻഡ് ആവും അല്ലേ ശരീരം. ഇതിൽ നിൽക്കുമ്പോൾ ചെസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി, അത് നെഞ്ച് വിരിച്ച് നിൽക്കുന്ന പോലെ ഒരു ഭാവത്തിൽ നിൽക്കാം. തൽക്കാലം മുൻപിലേക്ക് നോക്കിയാൽ മതി. എന്നിട്ട് കുറച്ച് സമയം ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്യാം, ബ്രീത്ത് ചെയ്തുകൊണ്ട്. പതുക്കെ ഹിപ്പ് മുകളിലേക്ക് ഉയർത്തി, കാലൊക്കെ ചേർത്ത് തന്നെ വെക്കുക. അരക്കെട്ട് മുകളിലേക്ക് പൊന്തിച്ചിട്ട് നമ്മുടെ അപ്പർ ബോഡി ബാക്കിലേക്ക് തള്ളി അമർത്തി കൊടുക്കുക. കുറച്ച് സമയം ഇതിലൊന്നും അനങ്ങാതെ നിൽക്കുക കേട്ടോ. വീണ്ടും താഴേക്ക് ഒന്നുകൂടി വന്നേ, താഴേക്ക്. സെയിം കാര്യം, സ്പൈൻ ഒന്നുകൂടി സ്ട്രെച്ച് ആവട്ടെ. വളഞ്ഞു നിൽക്കാം. വീണ്ടും ഒന്നുകൂടി മേലേക്ക് പൊന്തിക്കൂ. പൊന്തട്ടെ. ശരിക്ക് ബാക്കിലേക്ക് തള്ളി അമർത്തി കൊടുക്കുക. നമ്മുടെ ഷോൾഡേഴ്സ് രണ്ടും ഒന്ന് ശരിക്കും ഓപ്പൺ ആവട്ടെ. കാല് മുട്ട് മടക്കരുതേ. പോട്ടെ പോട്ടെ, ബാക്കോട്ട് മാക്സിമം മാക്സിമം പോട്ടെ. കാലിൻ്റെ ബാക്ക് സൈഡൊക്കെ വലിയട്ടെ, അപ്പോഴല്ലേ അതിലൊരു മാറ്റം വരുള്ളൂ. മുട്ടുകുത്തി നേരെ കാലിലേക്ക് ഇരിക്കുക. നീ ജോയിൻറ്റിന് ഇഷ്യൂ ഉള്ളവർ ഈ വജ്രാസൻ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പതുക്കെ പുറത്തു വിടാം. റിലാക്സ്. എന്നിട്ട് ഒരു ബ്രീത്ത് എടുക്കാം. ആ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് പതുക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. മുന്നിലേക്ക് ചൈൽഡ് പോസ്റ്റിലേക്ക് പോവാം. പോട്ടെ. നമ്മളങ്ങനെ ചെയ്യുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് പോകുന്നതിൻ്റെ ഉദ്ദേശം
അല്ലേ? അബ്ഡമൻ ഉള്ളിലേക്കൊന്ന് ഒതുങ്ങും. വയറിൻ്റെ ബെല്ലിയുടെ ഭാഗം തൈസിന് മേളിലൂടെ പതിഞ്ഞ് വന്ന് നെറ്റി നിലത്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ ഷോൾഡർ കൈകളൊക്കെ ലൂസാക്കി ഇടുക. കണ്ണടച്ച് വെക്കുക. നമ്മുടെ ശ്രദ്ധ നെറ്റിയുടെ നടുവിലാവട്ടെ. വളരെ റിലാക്സ്ഡ് ആയിട്ട് സമാധാനത്തോടെ അവിടെ ഹോൾഡ് ചെയ്യുക. ഇനി പതുക്കെ ശ്വാസം എടുത്ത് നിവർന്ന് വരാം. റിലാക്സ്. നമ്മൾ ഇങ്ങനെ തന്നെ കൈകൾ കാൽമുട്ടിന് മേലെ ഓപ്പൺ ആക്കി വെച്ചിട്ട് കണ്ണടച്ചൊന്നിരുന്നേ. ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യൂ. ചെറിയൊരു പെയിൻ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്ന് കണ്ണടച്ചിരുന്നോളൂ. പതുക്കെ അതിൽ നിന്ന് മാറിയിട്ട് പതുക്കെ ഒന്ന് കമിഴ്ന്ന് കിടന്നേ. നമ്മുടെ താടി നിലത്ത് വെച്ച് കാലുകളൊക്കെ ചേർത്ത് സാധാരണ പോലെ കിടക്കുക. അപ്പോൾ കൈകൾ രണ്ടും രണ്ട് വശങ്ങളിലായിട്ട് വെക്കുക, സാധാരണ പോലെ. ഇനി ഒരു ഇൻഹേലോട് കൂടി നമ്മുടെ വലത് കാല് മാത്രം ഒന്ന് പൊന്തിച്ച് ബ്രീത്ത് എടുത്തുകൊണ്ട് വലത് കാല് മാത്രം കുറച്ച് ഉയർത്തിയാൽ മതി. പക്ഷേ മുട്ട് മുടക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് ഹോൾഡ് ചെയ്യാം. പതുക്കെ താഴേക്ക് വരട്ടെ. റിലാക്സ്. അതേപോലെ അടുത്ത കാല് വരട്ടെ. ബ്രീത്ത് ഇൻ. കുറച്ച് ഉയർന്നാൽ മതി. ടൈറ്റ് പിടിക്കാം, ഹോൾഡ് ചെയ്യാം. പതുക്കെ താഴേക്ക് വെക്കാം. റിലാക്സ്. രണ്ട് കൈകളും ഒന്ന് മുന്നോട്ട് നീട്ടി വെക്കാം. വിപരീത ശലഭാസനം. നമ്മൾ ഈ കമിഴ്ന്ന് കിടന്നുള്ള പോസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കേട്ടോ, നമ്മുടെ സ്റ്റൊമക്ക് എംപ്റ്റി ആയിരിക്കണേ എല്ലാ രീതിയിലും. വേറെ ബുദ്ധിമുട്ടോ ഇറിറ്റേഷനോ എന്നുള്ള സമയത്ത് അങ്ങനെ വയറിലേക്ക് ലോഡ് കൊടുക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കാം. കൈ നീട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ഫുൾ ബോഡി ഒന്ന് അപ്പ് ചെയ്തേ. കാലുകൾ ഉയർന്നു, കൈകൾ ഉയർന്നു. നമ്മൾ പറന്നു പോകുന്നത് പോലെ സങ്കല്പിച്ചിട്ട് ടൈറ്റായിട്ട് നിൽക്കും. പതുക്കെ താഴേക്ക് വന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് കൈകളുടെ മേലെ ഫേസ് ചരിച്ച് വെക്കുക. വലതുവശത്തേക്ക് ചരിച്ച് വെച്ചോളൂ, റൈറ്റ് സൈഡിലേക്ക്. അതേപോലെ റൈറ്റ് സൈഡ് ലെഗ് മടക്കിയിട്ട് മേലോട്ട് കയറ്റി വെച്ചേ. വലത് കാല് മടക്കി മേലോട്ട് കയറ്റി വെക്ക്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ബെഡിലൊക്കെ കിടക്കുന്ന പോലെ കണ്ണടച്ച് കിടന്നിട്ട് റെസ്റ്റ് ചെയ്യാം.
ഇനി ഒന്ന് മലർന്ന് എടുക്കുക കേട്ടോ. രണ്ട് കാലുകളും ബട്ടക്സിന്റെ അടുത്തേക്ക് ഒന്ന് മടക്കി വെക്കൂ. അടുത്തേക്ക്, മാക്സിമം അടുത്തേക്ക് ഒന്ന് മടക്കി വെച്ചാൽ മതി. നിലത്ത് കേട്ടോ. കൈകൾ തൽക്കാലം നിലത്ത് വെക്കാം. തല നേരെ. ശരിക്കും നമ്മുടെ ഹിപ്പ് മുകളിലേക്ക്, അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്തതിനേക്കാളും കുറച്ചുകൂടിയൊക്കെ ബെറ്റർ ആയിട്ട് അരക്കെട്ട് മുകളിലേക്ക് നിവരട്ടെ. ശരിക്കും തള്ളി വളച്ചു കൊടുക്കാം. ഹോൾഡ് ചെയ്തോളൂ. പതുക്കെ താഴേക്ക് വെക്കാം. റിലാക്സ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. വന്നിട്ട് അപ്പ്, മുകളിലേക്ക് ഉയരട്ടെ. ടൈറ്റ്. ഡൗൺ. പതുക്കെ താഴേക്ക്. ആ രണ്ട് കാലുകളും അതേപോലെ മടക്കിയിട്ട് വയറിലേക്ക് കൊണ്ടുവരാം. കൈകൊണ്ട് ഒന്ന് പിടിച്ച് ലോക്ക് ചെയ്യാം രണ്ട് കാലിന്. എന്നിട്ട് എക്സേൽ ചെയ്തുകൊണ്ട് തല ഉയർത്തുക. ഫേസ് കാൽമുട്ടിനടുത്തേക്ക് കൊണ്ടുവരിക. അവിടെ ഒന്ന് അനങ്ങാതെ നിൽക്കുക കേട്ടോ. റിലാക്സ്. പതുക്കെ റിലീസ് ചെയ്തു. എന്നിട്ട് കാല് പതുക്കെ നീട്ടി നിവർത്തി വെച്ചിട്ട് റെസ്റ്റ് എടുക്കുക. കൈകളും കാലുകളൊക്കെ കുറച്ച് വിട്ട് വെക്കാം. ശരീരം മുഴുവനും അയഞ്ഞ് ലൂസായിട്ട് കിടക്കട്ടെ. എവിടെയും ഒരു ബലവും കൊടുക്കണ്ട.
ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, സാവധാനം പുറത്ത് വിടാം. പതുക്കെ കണ്ണ് തുറക്കാതെ വലതുവശത്തേക്കൊന്ന് ചെരിഞ്ഞെടുക്കുക. എന്നിട്ട് കൈയുടെ സപ്പോർട്ടോട് കൂടി എഴുന്നേറ്റിരിക്കുക. കണ്ണ് തുറക്കണമെന്നില്ല, അങ്ങനെ തന്നെ ഇരുന്നോളൂ. കൈകളൊക്കെ ഓപ്പണാക്കി വെച്ച് ആദ്യം 1-2 തവണ ദീർഘശ്വാസം എടുത്ത് പതുക്കെ പുറത്ത് വിടാം. ഒന്ന് റിലാക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒരു റൗണ്ട് ഭസ്ത്രിക ചെയ്യാം. കൈകൾ രണ്ടും വശങ്ങളിൽ പിടിക്കാം, ഷോൾഡറിന് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്യരുത് കേട്ടോ, തലവേദന പോലെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, കൈകൾ ലൂസായിരിക്കട്ടെ രണ്ട് വശങ്ങളിലായിട്ട്. ശരിക്കും ചെസ്റ്റ് നിവർത്തി, നട്ടെല്ലാം നിവർത്തിയിരിക്കും കേട്ടോ. കൈയൊക്കെ ഫ്രീ ആണ്, ലൂസാണ്. അതുപോലെ ഫേസ് എല്ലാം, നെറ്റി, കണ്ണുകളൊക്കെ ഫ്രീ ആക്കാം, എവിടെയും ബലം കൊടുക്കാതെ. എന്നിട്ട് ഫോഴ്സ്ഫുള്ളി ഉള്ള ബ്രീത്താണ് സ്റ്റാർട്ട് ചെയ്യാം. ഫോഴ്സ്ഫുള്ളി ബ്രീത്ത് ഇൻ ഔട്ട്, 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 in out, 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 in. കൈകൾ രണ്ടും മടിയിൽ വെക്കുന്നു. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് വളരെ സന്തോഷത്തോടെ പുറത്തു വിടാം. വീണ്ടും ദീർഘശ്വാസം എടുക്കുക, വളരെ ഭംഗിയായിട്ട് പുറത്തേക്ക് വിടാം. ഇനി അതേപോലെ ഇരുന്നുകൊണ്ട് നാഡീശുദ്ധി പ്രാണായാമം ചെയ്യൂ. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് എല്ലാവരും ഒന്ന് ഓപ്പൺ ആക്കി വെക്കുക, അല്ലെങ്കിൽ ചിന്മുദ്രയിൽ വെച്ചോളൂ. ഏതെങ്കിലും ഒരു മുദ്രയിലോ ഒക്കെ വെക്കാം. എന്നിട്ട് വലത് കൈ മാത്രം ഉപയോഗിക്കാം. തമ്പ് കൊണ്ട് ആദ്യം നമ്മുടെ റൈറ്റ് നോസ്റ്റിൽ അടച്ചു പിടിക്കാം. ലെഫ്റ്റ് സൈഡിലൂടെയാണ് നമ്മൾ ഇൻഹേൽ ചെയ്യുന്നത്. പതുക്കെ എടുക്കൂ, ശ്വാസം തിരക്ക് കൂട്ടണ്ട. പതുക്കെ ഇൻഹേൽ ചെയ്യൂ, ദീർഘമായിട്ട് കേട്ടോ. അപ്പുറത്ത് വിരലുകൊണ്ട് ലെഫ്റ്റ് ക്ലോസ് ചെയ്തു, റൈറ്റിലൂടെ എക്സേൽ ചെയ്യാം. വീണ്ടും റൈറ്റിലൂടെ ഇൻഹേൽ, ക്ലോസ് ചെയ്യാം. ലെഫ്റ്റിലൂടെ എക്സേൽ. അതേ സൈഡിലൂടെ ഇൻഹേൽ, ഓപ്പോസിറ്റ് സൈഡിലൂടെ എക്സേൽ. കണ്ടിന്യൂ ചെയ്യൂ, കണ്ടിന്യൂ. ഓരോ ബ്രീത്തും മനസ്സിനൊരു തണുപ്പ് തരുന്നത് പോലെ സങ്കല്പിച്ച് ചെയ്യും. പതുക്കെ, ഒട്ടും തിരക്ക് കൂട്ടാതെ സാവധാനമായിരിക്കട്ടെ. ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാം.
ലെഫ്റ്റ് സൈഡിലൂടെ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം. കണ്ണുകൾ അടച്ചു വെച്ച് തന്നെ വളരെ ഫ്രീ ആയിട്ടിരിക്കാം. ഒന്നും ചെയ്യാതെ സ്വന്തം ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ച് വളരെ സുഖത്തോടെ ഇരിക്കാം. ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ശബ്ദങ്ങളെയും ഒന്ന് തിരിച്ചറിയാം. ചെറുതും വലുതുമായ എല്ലാ ശബ്ദങ്ങളും തിരിച്ചറിയാം. പതുക്കെ ശരീരത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. ശരീരത്തിൽ അനുഭവപ്പെടുന്ന കാര്യങ്ങൾ സുഖമുള്ള കാര്യങ്ങളാവാം, ബുദ്ധിമുട്ടുകളാവാം, എല്ലാം തിരിച്ചറിയണം.
സ്വന്തം മാനസികാവസ്ഥയിലേക്ക് ശ്രദ്ധ. മനസ്സിലൂടെ കടന്നുപോകുന്ന ചിന്തകൾ, മനസ്സ് കാണിക്കുന്ന സ്വഭാവം. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, സാവധാനം പുറത്തു വിടാം. ഇരിക്കുന്ന സ്ഥലത്തിനെ കുറിച്ച് ബോധവാനാകാം. റിലാക്സ്. നമ്മുടെ കൈകള് ശരിക്ക് 2 കൈകളൊന്ന് ശരിക്കൊന്ന് ഉരസി ചൂടാക്കി നന്നായിട്ട്. കണ്ണിലേക്ക് ചേർത്ത് വെക്കാം കൈകൾ രണ്ടും. വളരെ സോഫ്റ്റ് ആയിട്ട് സുഖത്തോടെ നമ്മുടെ ഫേസിലൂടെയൊക്കെ ഒന്ന് മസാജ് ചെയ്യാം. എന്നിട്ട് പതുക്കെ കണ്ണ് തുറക്കൂ, പതുക്കെ. നമസ്തേ, താങ്ക് യു. ഓക്കെ, ശരി.